ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു ട്രെയിലർ റിവ്യൂലേക്ക് നമ്മളൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഗർ എന്ന് പറഞ്ഞ മൂടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുന്നു. കണ്ടപ്പോൾ വളരെ രസകരമായി തോന്നി. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇതിലായിട്ട് പറഞ്ഞു വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ഡയറക്ഷൻ ജയക്കാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാശ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ അനഘ, സുരാജ് വെഞ്ഞാളമൂട് തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. അപ്പോൾ അത്ര താരങ്ങളൊക്കെയാണ് അതിൽ എടുത്ത് കാണിച്ചിട്ടുള്ളത്. കണ്ടപ്പോൾ വളരെ എക്സൈറ്റമായി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതിൻ്റെ ഡ്യൂറേഷൻ 2 മിനിറ്റാണ് ഡ്യൂറേഷൻ വന്നിട്ടുള്ളത് ട്രെയിലറിൻ്റെ. ഏറ്റവും വലിയ പ്രത്യേകത തുടക്കം തന്നെ ഒരു ഫ്ലാഷ് ന്യൂസിലാണ് പറഞ്ഞത്. വീണ്ടും പ്രണയപകമായി യുവാവ് കാണുവാനില്ലെന്ന് പറഞ്ഞ് പോകുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും വരുന്നുണ്ട്. വീണ്ടും മൃഗശാലയിലേക്ക് എടുത്ത് ചാടിയതാണ് ഒരു വ്യക്തിയുടെ കഥ. അതായത് പ്രണയം നിരീക്ഷിച്ചപ്പോൾ തേപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹം എന്താ പറയുക സിംഹക്കൂട്ടിലേക്ക് എടുത്ത് ചാടി കുടിച്ച് ഫിറ്റായിട്ട്. പിന്നീട് അവിടെ ഉള്ളവർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇത്ര ഇതിവൃത്തമായി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 2014 തോണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായി തിരുവനന്തപുരം സൂമിൽ നടന്നുള്ള സംഭവമാണ്. അതായത് കുടിച്ചിട്ട് ഒരു വ്യക്തി ഇതേ സംഭവം തന്നെയായിട്ട് ഒരു ഇൻസിഡൻ്റ് ആണ്. അദ്ദേഹം അതിലേക്ക് എടുത്ത് ചാടി. പിന്നീട് അവിടുത്തെ എല്ലാവരും കൂടി അദ്ദേഹം രക്ഷപ്പെടുത്തി. കാര്യങ്ങളൊക്കെ വളരെ രസകരം തന്നെയായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിരുന്ന ഒരു പക്ഷേ എവിടെയെന്ന് തോന്നുന്നു. കാരണം ഇത് ഒരുപാട് സ്ഥലത്തൊക്കെ നടന്നിട്ടുണ്ട് കേരളത്തിൽ. അന്നിട്ടുണ്ടാകുന്ന ആ സിംഹം അതൊരു പെൺപുലിയായിരുന്നു. അതൊരു ഗർഭിണിയായ ടൈമിൽ അതുകൊണ്ടൊന്നും ചെയ്തില്ല എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ വളരെ രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നുണ്ട് VFX അല്ല ഒറിജിനൽ സിംഹമാണെന്ന് പറയുന്നുണ്ട്. ചില ഭാഗമൊക്കെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ചിത്രം ഇറങ്ങുമ്പോൾ എന്തായാലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്തായാലും പക്ഷേ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന നടൻ്റെ ഒരു ഗംഭീരമായൊരു തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ട്രെയിലർ തന്നെ അത്യാവശ്യം കോമഡി വർക്കൗട്ട് ആവുന്ന സീൻസൊക്കെയാണ് പറഞ്ഞു പോകുന്നുണ്ട്. കാരണം തുടക്കം തന്നെ പ്രണയനിരാശയും കണ്ണീരും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഒരു പുതിയൊരു വെറൈറ്റി ഉള്ള ഐറ്റം തന്നെയാണ്. കാരണം റിയലായിട്ട് നടന്നൊരു ഇൻസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കൈ നീട്ടി പ്രശ്നം സ്വീകരിച്ചിട്ടുണ്ട്. അത് കോമഡി രൂപത്തിലാവുമ്പോൾ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് എന്തായാലും കണ്ടു തന്നെ സാധിക്കും എന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ട്രെയിലർ അത്യാവശ്യം ഒരു ക്വാളിറ്റിയുമായി ഇപ്പോൾ നല്ല പോസിറ്റീവ് വൈബൊക്കെ നൽകുന്ന ട്രെയിലർ തന്നെയാണ്. പേര് പോലും ഗർ എന്നായതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുരാജും നമ്മുടെ ചാക്കോച്ചനൊക്കെ എന്താ പറയുക കൗണ്ടറിൻ്റെ ആശാമാരാണ്. അപ്പോൾ രണ്ടുപേരും ഒന്നിക്കുമ്പോഴുള്ള കോംബോ കാര്യങ്ങളൊക്കെ വളരെ രസകരമായി എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ സുരാജ് വെഞ്ഞാളും കൊണ്ട് കോമഡി ചെയ്യാനുള്ള സ്പേസ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പഴയൊരു കമ്പാക്ക് സീരീസുകളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തുകൊണ്ടും ഗർ എന്ന് പറഞ്ഞ മൂവി എല്ലാ തരത്തിലും ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എന്തായാലും ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ വരുന്ന ജൂൺ 14 ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി തീരുമാനിച്ചത്. നല്ലൊരു മൂവി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഗർ എന്ന് പറഞ്ഞ മൂവിക്ക്. അപ്പോൾ ഗറിൻ്റെ ട്രെയിലർ കണ്ട വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. കാണാത്തവരുടെ വീഡിയോ കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. എന്തായാലും ഗർ വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.